കാര്യമായ വാർത്തകളൊന്നും ആഘോഷിക്കാനില്ലാതെ ബോറടിച്ചിരുന്ന നമ്മുടെ മാപ്രകൾക്ക് ഒരു വിഷയം കിട്ടി. അത് മറ്റൊന്നുമല്ല, ഒരു ചെറിയ വാചകമാണ്. സർ, മേ ഐ പ്ലീസ് സി യു. ഇത്രയേ ഉള്ളൂ, ചെറിയ ഡയലോഗ്. സാറേ, എനിക്ക് താങ്കളെ ഒന്ന് വന്ന് കാണാനൊക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ വാചകം. ഇത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ സമയം കിട്ടുമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രാഹുൽജി, അദ്ദേഹം പറയുന്ന മോദി മിണ്ടുന്നില്ല, മോദി ട്രംപിൻ്റെ മുന്നിൽ കീഴടങ്ങി. രാഹുൽജിയുടെ പതിവ് വിഡ്ഢിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് പറയുന്നു എന്ന് മാത്രം. ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ പത്രം വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം, സമതല തെറ്റിയ ഒരു ഭ്രാന്തൻ ഭരണാധികാരിയാണ്. അയാൾ പറയുന്നതിനൊക്കെ മറുപടി പറയുക അസാധ്യവുമാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ച് പരസ്യമായിട്ട് അപമാനിച്ചത് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്രയേൽ പ്രസിഡന്റിനോടും ഇസ്രയേൽ പ്രധാനമന്ത്രിയോടും വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം പെരുമാറിയത്. അപ്പോൾ ഇങ്ങനെ ട്രംപ് ഏതാണ്ട് സമതല തെറ്റിയ മട്ടിലാണ് നിൽക്കുന്നത്. അത് കുറച്ചു കാലമായി. കാനഡയും അമേരിക്കയുള്ള കരാറ് ലംഘിക്കാൻ ട്രംപ് കണ്ടെത്തിയ കാരണം കനേഡിയൻ ടി വിയിൽ വന്ന ഒരു ചെറിയ പരസ്യമാണ്. 1 മിനിറ്റ് താഴെ ദൈർഘ്യമുള്ളൊരു പരസ്യമാണ്. അതിനകത്ത് മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ്റെ ശബ്ദം കൊടുത്തിരിക്കുന്നു. ഇതാണ് അത്. അദ്ദേഹം കാനഡയുമായിട്ടുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ കണ്ട കാര്യം ഒരു പരസ്യമാണ്. ഇനി ബ്രിക്സ് സമ്മേളനം കൂടിയപ്പം അദ്ദേഹം ബ്രിക്സിനെ വിളിച്ചത് തന്നെ അമേരിക്ക വിരുദ്ധ ഗ്രൂപ്പ് എന്നാണ്. ഇതൊന്നും ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിക്ക് ഭൂഷണമായ കാര്യമല്ല ഈ ഭ്രാന്ത് പിടിച്ച ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്കക്കാർ തന്നെ ഇതിലൊരു പരിഹാരം കണ്ടെത്തും. അവർക്കറിയാം ഇത്തരം ഭ്രാന്തന്മാർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടതെന്ന്. അതിൻ്റെ അവസരം വരുമ്പോൾ ഒരുപക്ഷെ അവർ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ ശിക്ഷിച്ചാൽ നമ്മളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മോദിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാറുണ്ട്. നിരവധി പ്രാവശ്യം ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വന്ന യുദ്ധസമാനമായ പ്രശ്നം പരിഹരിച്ചത് തൻ്റെ മധ്യസ്ഥതയിലാണെന്ന്. ജയശങ്കർ പല പ്രാവശ്യം നിഷേധിച്ചു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അതിന് മറുപടി പറയാൻ നരേന്ദ്രമോദി തയ്യാറായില്ല. അങ്ങനെ പല ആളുകളുടെയും ഭീഷണിക്ക് നരേന്ദ്രമോദി മറുപടി പറയാറില്ല. ചൈനീസ് ഭരണാധികാരികൾ ഭീഷണിപ്പെടുത്തി കൃത്യമായി ഡോഗ്ലാമിൽ നിന്നും ഇത്ര 48 മണിക്കൂറിനകം മാറിയില്ലെങ്കിൽ വിവരമറിയും എന്ന് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവരൊക്കെ പലരും ഭീഷണിയുടെ ഭാഷയിൽ സംസാരിച്ചു. അപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിണ്ടിയില്ല. അപ്പം നരേന്ദ്രമോദി അങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. ട്രംപിന് സമതല തെറ്റിയവനാണ്. നരേന്ദ്രമോദി സമതല കൈവിടാത്ത ആളുമാണ്. ഇത് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, ഉറങ്ങിക്കിടക്കുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം, പക്ഷേ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയാത്തത് കൊണ്ട് ഇത് അവർക്ക് ആഘോഷിക്കാവുന്നതുപോലെ ആഘോഷിച്ചോട്ടെ. അവസാനം ട്രംപ് ചെയ്തത് നമുക്കറിയാം. വെനിസ്വേല എന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് കയറി ചെല്ലുന്നു, സൈന്യത്തെ അയക്കുന്നു. കരാക്കസിലുള്ള വെനിസ്വേല പ്രസിഡന്റിൻ്റെ വസതിയിൽ ഈ അനധികൃതമായി അമേരിക്കൻ സൈന്യം കടന്നു ചെല്ലുന്നു. നിക്കോളാസ് മഡൂറ എന്ന അമേരിക്കൻ വെനിസ്വേലൻ പ്രസിഡന്റിനെയും സീലിയ ഫ്ലോറസ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അമേരിക്കൻ കോടതിയിൽ അവരെ ഹാജരാക്കുന്നു. കോടതി അടുത്ത കേസ് കേൾക്കുന്നതിനെ മാർച്ച് 17-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ തടവറയിലാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ പത്നിയും. എത്ര ഗൗരവതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത് എന്നാലോചിച്ച് നോക്കണം. ഇദ്ദേഹം വെനിസ്വേലൻ പ്രസിഡന്റിനെ കുറിച്ച് പരാതികളുണ്ട്. നിക്കോളാസ് മഡുറോയ്ക്ക് എതിരാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ. അദ്ദേഹത്തിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർ നൃത്തം ചെയ്തതായിട്ടൊക്കെ പത്രവാർത്തകൾ വന്നു. അതൊക്കെ വേറെ കാര്യം. അതുപോലെ തന്നെയല്ലേ ഇറാഖിൽ നടന്നത്. ഇറാഖിലെ പ്രസിഡന്റിനെ നേരെ കടന്നു ചെല്ലുന്നു, സദാം ഹുസൈനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു.
ഇതൊക്കെ അമേരിക്കയുടെ ഒരു ആഗോള പോലീസ് കളിയുടെ ഭാഗമാണ്. അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപിന് മനസ്സിലായി. യൂറോപ്യൻ യൂണിയൻ മെല്ലെ മെല്ലെ ട്രംപിൽ നിന്ന് അകലുകയാണ്. ഇസ്രയേല് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് അമേരിക്കയുമായി ഒരു സൗഹൃദം പുലർത്തി പോകുന്നത്. ബ്രിട്ടനും മാനസികമായി അമേരിക്കയുമായിട്ട് യോജിക്കാൻ കഴിയാത്ത തലത്തിലാണ്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഒക്കെ സ്ഥിതി ഒന്നും വ്യത്യസ്തമല്ല. അപ്പോഴേ ഇവിടെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ശ്രദ്ധ തിരിച്ചുവിടണം ട്രംപിന്. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തിയത് ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകത്ത് മുഴുവൻ ആരാധകരുള്ള നരേന്ദ്രമോദിയെ ചെറുതാക്കിയാൽ താൻ വലുതാകും എന്നുള്ളതാണ് ഇദ്ദേഹം ട്രംപ് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മോദിയെ ചെറുതാക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മുടെ പത്രങ്ങൾ അത് പ്രയോജനപ്പെടുത്താതിരിക്കുകയില്ല. പിന്നെ ട്രംപിനെ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പ്രധാനമായിട്ട് ട്രംപ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചിട്ടും ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത് ഇന്ത്യ 7.6% വളർച്ച നേടിയെന്നാണ്. ഈ കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കിൽ 7.6% വളർച്ച ഇന്ത്യ നേടിയെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഈ വ്യാപാര ചുങ്കം വലിയ കാര്യമായി ഇന്ത്യയെ ബാധിച്ചില്ല. അതിനു മുന്നിൽ കീഴടങ്ങാൻ നരേന്ദ്രമോദി തയ്യാറായില്ല. ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അപ്പം നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ നിയന്ത്രിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എങ്ങനെയെങ്കിലും ഏത് മാർഗം ഉപയോഗിച്ചും മോദിയുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യുക. മോദിയുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ ട്രംപ് വന്നാൽ നമ്മുടെ ജോർജ് സോറസിൻ്റെ സ്വന്തക്കാരൻ രാഹുൽ ജി ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യ വിരുദ്ധനാണ്. ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹം പാഴാക്കാറില്ല. ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തെങ്കിലും വിവരമോ വെള്ളിയാഴ്ചയോ ഉള്ള ഒരുത്തിനാന്തി പറയുമോ? ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നു ഇന്ത്യയുടെ വളർച്ച 7.6% ആണെന്ന് ബാങ്ക് ഓഫ് അമേരിക്കയാണ് പറയുന്നത്. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് പറയുന്നു ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണ്. അത് കേട്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പറയുന്നു ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന്. ഇവിടെ നമ്മളൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയെ തകർക്കാൻ തക്കം പാത്തിരിക്കുന്ന ഒരുപാട് ശക്തികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് പാകിസ്ഥാന് രക്ഷാ കവചം ഒരുക്കാൻ ചൈന തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ചൈനയുടെ നിലപാട്. അപ്പോൾ ചൈന പാകിസ്ഥാനെ സംരക്ഷിച്ച് നിർത്തും, അവരുടെ ഒരു സാറ്റലൈറ്റ് രാജ്യം എന്നുള്ള നിലയിൽ, ഒരു സാറ്റലൈറ്റ് കൺട്രി എന്നുള്ള നിലയിൽ പാകിസ്ഥാനെ നിയന്ത്രിച്ച് നിർത്തും എന്നുള്ള നിലയിൽ ചൈനയുടെ പോളിസികളിൽ മാറ്റം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ചൈനയുമായി കൂടുതൽ അടുത്തപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ പാകിസ്ഥാനെ നമ്മുടെ കാശ്മീർ വെച്ച് കളിച്ചാൽ ബലൂചിസ്ഥാൻ വെച്ച് തിരിച്ച് കളിക്കാൻ നമുക്കറിയാം എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വളരെ ശക്തമായ ഒരു രാഷ്ട്രമായി വളരുന്നതിൽ വളരെയധികം അസ്വസ്ഥതയുള്ള ഒരു രാജ്യം ചൈനയാണ്. അതിൻ്റെ ഭരണാധികാരി ഷീ ജിൻപിങ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ വളരുന്നതിൽ ഏറ്റവും അസ്വസ്ഥത കാണിക്കുന്ന മറ്റൊരു രാജ്യം അമേരിക്കയാണ്. ട്രംപിനാണെങ്കിൽ വ്യക്തിപരമായി നരേന്ദ്രമോദിയുടെ കടുത്ത വിദ്വേഷവും ഉണ്ട്. അപ്പോൾ ട്രംപ് ഇത് പറയുമ്പോൾ സർ മേ ഐ പ്ലീസ് സീ യു എന്ന് മോദി ചോദിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതേ ട്രംപ് തന്നെ ഒരു ഡിന്നറിന് ക്ഷണിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ആ ക്ഷണം നിരസിച്ച ആളാണ് നരേന്ദ്രമോദി. 4 പ്രാവശ്യം ട്രംപ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകാതിരുന്ന ആളാണ് നരേന്ദ്രമോദി. പിന്നെ ഈ നാടൻ വഴക്ക് പോലെ നാട്ടിലെ ചില ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കുശുമ്പും കുന്നായ്മയും ഉണ്ടാക്കുന്ന വഴക്ക് പോലെ അത്തരം വഴക്കുകളൊന്നും രാഷ്ട്രത്തലവന്മാർ വെച്ച് പുലർത്താറില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതത്ര പരിചിതമായൊരു കാര്യമല്ല. എങ്കിലും ഇന്ത്യൻ ഭരണാധികാരികൾ പൊതുവെ വളരെ മാന്യമായി പെരുമാറുന്ന ആളുകളാണ്. ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം, അതുപോലെ തന്നെ താൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്തിനുള്ള ഒരു ആഭിജാത്യം, ഇതെല്ലാം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. നമുക്കറിയാം, മോദി ആദ്യമായിട്ട് പാർലമെൻറ്റിൽ ചെന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ പടിയിൽ നെറ്റി മുട്ടിച്ച് വന്നിച്ചിട്ട് കയറിയ ആളാണ്. കുറച്ചു കാലം മുമ്പ് കൊല്ലത്തുള്ള ഭഗീരഥി അമ്മ എന്ന ഒരു സാക്ഷരതാ പഠിതാവ് 105-ാമത്തെ വയസ്സിലാണ് ഭഗീരഥി അമ്മ എഴുതാനും വായിക്കാനും പഠിച്ചത്, അതിൻ്റെ താല്പര്യം കാണിച്ചത്. അങ്ങനെ ഭഗീരഥി അമ്മയെ ദില്ലിയിൽ വിളിച്ചു വരുത്തി ആദരിച്ചു. ഭഗീരഥി അമ്മയെ കൊണ്ട് ഒരു വീൽ ചെയറിലിരുത്തി
ആ വിജ്ഞാൻ ഭവനിലേക്ക് ചെന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭഗീരഥി അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ജനങ്ങളുടെ മുഖ്യ സേവകനാണ് താൻ എന്ന് പറയുന്ന ആളാണ്. നരേന്ദ്രമോദിയുടെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് കുലീനതയുണ്ട്, ആഠ്യത്വമുണ്ട്. താൻ പ്രതിനിധീകരിക്കുന്ന സംസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നല്ല ബോധവും ഉൾക്കാഴ്ചയുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം സർ എന്നൊന്ന് വിളിച്ചു ഇരുന്നോട്ടെ, അത്ര മോശമായ പദപ്രയോഗമാണോ സർ എന്നുള്ളത്? അഴകിയവനെ കണ്ടാൽ അച്ഛ എന്ന് വിളിക്കുന്ന നമ്മുടെ മാപ്രകൾക്ക് അവരാരെയൊക്കെ സാർ എന്ന് വിളിച്ചിട്ടുണ്ട്? ആരെയൊക്കെ അവർ സാർ എന്ന് വിളിച്ചിട്ടുണ്ട്? ഇറങ്ങി പോടാ പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ സർ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനാണോ നരേന്ദ്രമോദി സർ എന്ന് പറഞ്ഞതിനകത്ത് വലിയൊരു കുറ്റം കാണുന്നത്? ഇന്നത്തെ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തിൽ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി ട്രംപിനെ സർ എന്ന് വിളിച്ചാണ്. എത്ര ദയനീയമാണ് നമ്മുടെ പത്രക്കാർ വാർത്തകളെ സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭരണാധികാരി ഒരു രാജ്യം നന്നാക്കാൻ, ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഇറങ്ങിയാൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, തങ്ങളുടെ ഇച്ഛയ്ക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ ടാർണിഷ് ചെയ്യാൻ എന്ത് മാർഗവും, കരിവാരിത്തേക്കാൻ എന്ത് മാർഗവും ഉപയോഗിക്കത്തക്ക വിധത്തിൽ മാനസികമായി അധപ്പതിച്ച നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ അവസാനത്തെ ആഘോഷമാണ് ഈ നടന്നിരിക്കുന്ന സർ എന്നുള്ള വിളിയും അതിന് അവർ കൊടുക്കുന്ന പ്രാധാന്യവും. മോദി ട്രംപിനെ സർ എന്ന് വിളിച്ചോ എന്ന്, അല്ലെങ്കിൽ വിളിച്ചില്ലയോ എന്ന് നമ്മൾ ഒരു കാരണവശാലും അറിയാൻ പോകുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ സാങ്കല്പികമായി, അതാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ, സമതലം തെറ്റിയ ഒരു ഭരണാധികാരി പറഞ്ഞ ഒരു വിഡ്ഢിത്തത്തിന്, അല്ലെങ്കിൽ പറഞ്ഞ യാതൊരു സ്ഥിരീകരണവുമില്ലാത്ത ഒരു വാർത്തയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും ആദരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഇമേജിനെ, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ തകർക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ജുഗുപ്സാവകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.